ഇന്ത്യയിലെ വളരെയേറെ വിവാദമാകാനുള്ള കാരണം എന്ന് പറയുന്നത് ഇവിടെയുള്ള സന്യാസിമാര് അല്ലെ, പഴയ മറ്റേ ഋഷിവര്യന്മാര്, അവരുടെ കാഴ്ചപ്പാടിൽ എന്താണ്, അതായത് ഒരു മഹർഷി ഒരു ഋഷി ആകണമെന്നുണ്ട് പറഞ്ഞാൽ സ്വയം പീഡിപ്പിക്കുക, നിരാഹാരം കിടക്കുക, മറ്റേ കാവ്യ വസ്ത്രങ്ങൾ ധരിക്കുക, തപസ് ചെയ്യുക, ഇതൊക്കെയാണ് ഒരു മഹർഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്. പക്ഷെ ഓഷോ പറഞ്ഞത് അതല്ല. ജീവിതം എന്ന് പറയുന്നത്, ലൈഫ് എന്ന് പറയുന്നത് സെലിബ്രേറ്റ് ചെയ്യുക. അതൊരിക്കലും ഒരു സന്യാസി വര്യന്മാർക്ക് അല്ലെങ്കിൽ മഹർഷി വര്യന്മാർക്ക് ഒരിക്കലും ദഹിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അദ്ദേഹത്തെ എന്ത് ചെയ്യും, വിമർശിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒരിക്കലും അംഗീകരിക്കില്ല. പ്രത്യേകിച്ച് ആ ഒരു കാലഘട്ടം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഏകദേശം ഒരു 55, 60, 65 ആ കാലഘട്ടത്തിലാണ് ഓഷോ ഇത്രയ്ക്ക് എന്താ പറയുക വിപ്ലവകരമായ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞത്. അതായത് നമ്മൾ പല കാര്യങ്ങളും പുറത്ത് പറയാൻ പാടില്ല അല്ലെ, നമ്മളെ മനസ്സിലുണ്ടെങ്കിലും പുറത്ത് പറയാൻ പറ്റില്ല. ആ ഒരു രീതിയിലാണ് നമ്മൾ ഇന്ന് പോലും. അപ്പൊ അന്നത്തെ കാലഘട്ടം അത് വിളിച്ചു പറയുന്ന സമയത്ത് അധികാരികളുടെയും അതുപോലെ നിലവിലുള്ള രാഷ്ട്രീയ അധികാരികളൊക്കെ അദ്ദേഹം ഒരുപാട് കളിയാക്കിണ്ടായിരുന്നു. അവരെ അംഗീകരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല ആ കാലഘട്ടത്തിൽ. പിന്നെ പ്രത്യേകിച്ച് ഈ മഹർഷി വര്യന്മാര് അവരുടെ ഈ സ്വയം പീഡനങ്ങളെ അദ്ദേഹം പറഞ്ഞത് ഒരു വ്യക്തി എന്ന് പറയുന്നത് സന്തോഷിക്കാനാണ് പറഞ്ഞത്. അത് ഇതുവരെ ഒരാളും പറഞ്ഞിട്ടില്ലല്ലോ. എല്ലാ മഹർഷിമാരും എന്താ പറയുന്നത്, അതായത് മോശം കിട്ടണമെന്നുണ്ട് പറഞ്ഞാൽ സ്വയം പീഡിപ്പിക്കുക, കെഞ്ചുക, സ്വയം പീഡനങ്ങൾ ഏറ്റുവാങ്ങുക, നിരാഹാരം കിടക്കുക, ഇതൊക്കെയാണ് അന്നും അതെ ഇന്നും അതെ. ഇന്ന് ഏതൊക്കെ ഒരാളെ സെലിബ്രേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടി അയാൾക്കെതിരായി മാറും. ലൈഫ് എന്ന് പറയുന്നത് സെലിബ്രേറ്റ് ചെയ്യാനാണ് അല്ലേ, വളരെയേറെ സന്തോഷിക്കുക. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ഇപ്പോൾ സെക്സ് എന്ന് പറയുന്നത്, അത് ലൈംഗിക എന്ന് പറയുന്നത്, അതിലുള്ള സ്വാതന്ത്ര്യം, അതായത് ലൈംഗികതയിലൂടെ സെക്സിലൂടെ പരിപൂർണ മോക്ഷത്തിലേക്ക് എത്തിച്ചേരാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടുത്തെ ആളുകൾ സെക്സ് എന്ന് കേട്ടാൽ തന്നെ ഇവിടുത്തെ ആളുകൾ കംപ്ലീറ്റ് എതിരായി മാറും. അങ്ങനെ പിന്നെ നമുക്കറിയാലോ, നമ്മുടെ മഹർഷിമാര് ഋഷിമാര് പറഞ്ഞാൽ അതിലെ ഒരു വലിയൊരു പാർട്ട് എന്ന് പറയുന്നത് എന്താണ്, ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക എന്നാണ്. ഓഷോ പറഞ്ഞത് സെക്സിലൂടെ പരിപൂർണതയിലെത്താം, ലൈംഗികതയിലൂടെ മോശം നേടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അധികാരികളെ വെറുതെ വിടുക. അപ്പോ പക്ഷെ അദ്ദേഹത്തെ അന്നത്തെ കാലത്തെ ചെറുപ്പക്കാര് എന്താ പറയാ, അദ്ദേഹത്തിന് വളരെയേറെ അദ്ദേഹത്തിന്റെ വാക്കുകളും അദ്ദേഹത്തിന്റെ പ്രവൃത്തികളും എല്ലാം വളരെയേറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ധ്യാനങ്ങളിലൂടെ പുതിയ പുതിയ ധ്യാന രീതികളും അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. മൊത്തം പൂനെ ആശ്രമം എന്ന് പറയുന്നത് തിരക്ക് അനിയന്ത്രിതമായി, അദ്ദേഹത്തിന്റെ വാക്കുകൾ, അദ്ദേഹത്തിന്റെ മാഗ്നറ്റിക് പവർ, അദ്ദേഹത്തിന്റെ ആ ഒരു ലുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മോഷന്റെ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു കാന്തവലയമല്ല, ഒരു മാഗ്നറ്റിക് പവർ പോലെ ഉണ്ടാവും അല്ലെ അദ്ദേഹത്തിന്റെ ആ ചിത്രങ്ങളെ. പിന്നെ അതിലുപരിയായിട്ട് ഏറ്റവും നല്ല വിദ്യാഭ്യാസം, ഏറ്റവും കൂടുതൽ അറിവ്, ഏറ്റവും കൂടുതൽ അറിവുള്ളവൻ പ്രസംഗിക്കുന്ന സമയത്ത് ഒരു പ്രത്യേകതയാണല്ലോ. ഒരു വിവരമില്ലാത്തവൻ സംസാരിക്കുന്നതും ഒരു അറിവില്ലാത്ത ഒരാളും സംസാരിക്കുന്നതും തമ്മിൽ വളരെ വ്യത്യാസമില്ലേ. ഓഷോ എന്ന് പറയുന്നത് അറിവിന്റെ നിറകുടമാണ്. പഠിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെല്ലാം ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സായി. പിന്നെ അദ്ദേഹത്തിന് ഇംഗ്ലീഷ് നോളജ്, അത് വളരെയേറെ വിദേശികളെ ഇന്ത്യയിലേക്ക് വരാൻ പ്രേരിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ പേരും പ്രശസ്തിയും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് മാറുകയും ചെയ്തു.